ദേവാങ്കി പൊളിച്ചു മക്കളെ, സൂപ്പർ, എല്ലാം അടിപൊളിയായിരുന്നു. ചോദിക്കാം നമുക്ക് ഹരിച്ചേട്ടോ. എന്റെ പൊന്ന് ശ്രീഹരി ദേവാങ്കി എന്തുവായിരുന്നു കൈയടി കാലക്കി. നീ എപ്പ സ്റ്റേജിൽ കയറിയാലും എല്ലാരും ചിരിപ്പിച്ചിട്ട് ഇറങ്ങാറുള്ളൂ കേട്ടോ. നീ അത് മനഃപൂർവ്വം അല്ലെങ്കിലും എല്ലാരും ചിരിക്കാറുണ്ട്. രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തു. പാട്ടും സ്റ്റേജും എല്ലാം സൂപ്പർബായിരുന്നു. ആദ്യത്തെ പാട്ട് എന്താ ജിംബൂംബേ? അപ്പോഴാണ് ഞാൻ ഈ ഷെയ്ഡ്സ് വെച്ചിരിക്കാന്ന് വിചാരിച്ചു. ഇനി നിനക്ക് ഞാൻ ജിംബൂംബേ ആയിട്ടിരിക്കും. അതുപോലെ ഇവന്റെ ഉണ്ട്. അതേതാടാ? എന്താണ് ലൈബ്രറിയനോ? ലൈബ്രറിയനാ? എടാ റേബാൻ ലൈബ്രറി. അതിനാണ് ഇത്ര കഷ്ടപ്പെട്ടത് കുഞ്ഞ്. ലൈബ്രറിയൻ. ഇപ്പൊ വേറെ നേരത്തെ അത് എന്താ നന്നായി വെക്കാത്തത്. ഞാൻ എന്റെ റേബ്ലാൻ എടുത്ത് എന്റെ റേബ്ലാൻ. എന്തായാലും രണ്ടുപേരും കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ഓൺ സ്റ്റേജ് തന്നെ ആയിരുന്നു രണ്ടുപേരും. എനിക്കിഷ്ടായി ലാലേട്ടൻ മോൻ ചെയ്തതൊക്കെ കേട്ടോ. ഇച്ചിരി സ്പീഡ് കൂടി പോയെന്നുള്ളൂ ലാലേട്ടനാണെന്ന് ചിന്തിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തന്നില്ല. പിന്നെ ഇടയ്ക്ക് ശ്രീഹരി ഇടയ്ക്ക് ലാലേട്ടനിൽ നിന്നും ഭീമൻ രഘുവിലേക്ക് ഒരു ചാട്ടം. ഇടയ്ക്കിടയ്ക്കുള്ളതാ. അത് കഴിഞ്ഞ് പെട്ടെന്ന് കോഴിയിലേക്കൊരു എന്തൊക്കെയോ പറയുന്നു. എന്തൊക്കെയായിരുന്നു ശ്രീഹരി? എന്തായാലും ശ്രീഹരിക്ക് ആ ഉണ്ടായിരുന്ന ടെൻഷൻ, ഈ സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷനൊന്നും ഇനിയും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഈ ഒരൊറ്റ പെർഫോമൻസ് മതി ആ കോൺഫിഡൻസ് എന്താണെന്ന് അറിയാം. അതുപോലെ തന്നെ ദേവാങ്കി രണ്ടുപേരും കട്ടക്കായിരുന്നു. 3 പാട്ടും രസമുള്ള പാട്ടുകളാ 3. നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു രണ്ടുപേരും. സൂപ്പർ. മക്കളെ നിങ്ങൾ രണ്ടുപേരും കലക്കി. ഭയങ്കര എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. ഇത് ആക്ച്വലി ഒരു പാട്ടിൽ നിന്ന് മറ്റേ പാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കോസ്റ്റ്യൂംസ് അടക്കം സ്വിച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. ആക്ച്വലി എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഷീറ്റിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. ഷീറ്റിലേക്ക് നോക്കാൻ പറ്റുന്നില്ല നമുക്ക്, കാരണം അത്രയും കാര്യങ്ങൾ സ്റ്റേജിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി മോഹൻ ലാലേട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ലാലേട്ടനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫടികമാണോ അതോ കിലുക്കാണോ? ചേട്ടൻ പറയായിരുന്നു ഇത് മോഹൻലാൽ അല്ല സോഹൻലാലാണ്. ഇത് കറക്റ്റ്, നീയാണ് യഥാർത്ഥ സോഹൻലാൽ. പക്ഷെ അടിപൊളിയായിരുന്നടാ. അരി വാർത്തകളെ കുറച്ച് ഫാസ്റ്റ് ഇട്ടത് പോലെ ഉണ്ടായിരുന്നു. കുറച്ച് സ്പീഡ് ഇൻഡു 2 ആയിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആ സ്പടിയൊക്കെ ഒന്ന് വേണമെങ്കിൽ മുണ്ടൊക്കെ അഴിച്ച് അല്ല അങ്ങനെയല്ലേ ലാലേട്ടൻ അതുകൊണ്ട് മാത്രം അല്ല, അത് മാത്രല്ല പിന്നെ അരയില് കെട്ടൊക്കെ ഉണ്ട് സേഫ്റ്റി. അല്ല എല്ലാം ഇടണ്ടൊക്കെ ഇട്ടിട്ടുണ്ടോ? അല്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാട്ട് പാവാട വേണം അല്ലേ? പാവാട വേണം. അപ്പൊ പാവാട ഇടാം. അല്ല പാവാടല്ല, അപ്പൊ അതിലും തന്നെയാണ്. പിന്നെ അഴിച്ച് കളഞ്ഞ് പിന്നെയും കെട്ടേണ്ടി വരും. അതിന് ഇതില് പാവാടാണ് ഇത്. അല്ല സ്പടികം വന്നപ്പോ നീ എന്തെങ്കിലും ഒരു കാര്യം ഇതിന്റെ മേളിൽ കൂടി ഒരെണ്ണം ഇടാൻ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? കാരണം അതിന്റെ സ്ഫടികത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുണ്ട് പറിച്ചടിയ പാർവതി. നമുക്ക് വേണമെങ്കിൽ കിണറ്റില് മുണ്ട് പറിച്ച് സോ മെനി ഓപ്ഷൻസ് മാൻ. അപ്പൊ അങ്ങനെ നീ അടിപൊളിയായിരുന്നു. ക്യാരക്ടറായിരുന്നു അങ്ങനെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, പക്ഷെ നീ എന്താണ്ടൊക്കെ ചെയ്തു. അതൊക്കെ ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും ചിരിച്ചു. പിന്നെ ആ പാട്ടിന്റെ കാര്യത്തിൽ തന്നെ ദേവാങ്കി അടിപൊളിയായിരുന്നു മോളെ. കാരണം എന്താന്നറിയാം, നമ്മള് ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം പാടാൻ, അല്ലെങ്കിൽ അരോചകം എന്ന് പറയുന്ന ആ ലൈനിലേക്ക് പോകും. ഇത് കൃത്യമായിട്ടാണ് ദേവാങ്കി ഈ പാട്ട് ഫുൾ പാടിയത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മുടെ മൂന്നാമത്തെ പാട്ട് തുടങ്ങിയപ്പോൾ മാത്രം എനിക്ക് ശ്രീഹരിയിലൊരു സ്ട്രെയിൻ ഫീൽ ചെയ്ത്, ഹൈ പോകുന്നിടത്ത് മാത്രം. ബാക്കി ഇറ്റ് വാസ് വെരി എന്റർടൈനിങ് കേട്ടോ നിങ്ങൾ രണ്ടുപേരും. പിന്നെ നിങ്ങളുടെ ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഉമ്മാനം. ആ സമയത്ത് ദേവകിയുടെ മുഖമൊക്കെ ഒന്ന് മാറി ഇമോഷനായി. ഓനങ്ങനെ പലതും ചെയ്യും, നീ അതൊന്നും കണ്ട് ചെയ്യാൻ നിൽക്കണ്ടാ. അതുപോലെ ആ സ്വിച്ച് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഭയങ്കര എന്റർടൈനിങ് പെർഫോമൻസ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഇങ്ങനെ തന്നെ പോട്ടെ.
താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ ഓ രണ്ടുപേരും കലക്കിടാ. താങ്ക് യു സാർ. കാര്യം അതൊരു എന്താ പറയണ്ടത് രസമായിരുന്നു കാണാൻ കേൾക്കാനും. മക്കളെ അത് ജീബൂമ്പയാണ് കേട്ടോ, നീ വേറെ എന്തോ പറയുന്നത്. ജീബൂമ്പ ജീബൂമ്പ അല്ല, ജീബൂമ്പ. ജീബൂബ ജീബൂമ്പ ജീബൂമ്പ ജീബൂമ്പ. ആ ജിങ്കള ജിങ്ക ജീബൂമ്പ ജിങ്കള ജിങ്ക. അത് കേട്ടിട്ട് തോന്നിയില്ലേ? ജീവൻ എം ഇപ്പുറത്തെടുത്തിട്ട് ജീം ബൂമ്പ എന്നൊക്കെ ആക്കി ആകെ അലമ്പാക്കി. അത് പക്ഷേ എങ്കിലും കുഴപ്പമില്ല. ആരും ഇത് ഇത് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് പാട്ട്. അത് മക്കളെ ഇപ്പോഴാണ് നിങ്ങളൊക്കെ കേൾക്കുന്നത്. ഇതിന് വേണ്ടി എടുത്തപ്പോ ഭീകര ഹിറ്റാണ് കേട്ടോ പാട്ട്. അപ്പം അത് തുടക്കം തൊട്ട് നല്ല രസമായിരുന്നു മോള് പാടിയതും. അപ്പം മക്കള് ഈ പാവാട വേണം എന്നുള്ളതിന്റെ സംഗതി ഒന്ന് ശരിയായിക്കണം കേട്ടോ. അത് കൃത്യമായിട്ട് പാടുക. അത് പ്രത്യേകിച്ച് ശ്യാം സാറിന്റെ പാട്ടും കൂടെ ആയതുകൊണ്ട് ഞാൻ കൊങ്ങാക്കി പിടിക്കും കേട്ടോ. അത് ശരിയാക്കി മക്കളെ. അള്ളാനെ ഉമ്മ അത് മോനെ എത്തിയില്ല കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ റിപ്പീറ്റ് പാടുമോ നീ ഒന്ന് പേടിച്ച് ഇപ്പം പാടിയതുമില്ല. അങ്ങ് അപ്പോൾ അടുത്തതിലേക്ക് ചാടിപ്പോയി. അതുകാലം നന്നായി സേഫായിരുന്നു. അത്രേ ഉള്ളൂ. പക്ഷേ എല്ലാം ലാലേട്ടനെ കണ്ടാ ഞാൻ ഞെട്ടിപ്പോയി. ഒരു കോച്ചുവാദം വന്ന ലാലേട്ടൻ ഇവിടെയൊക്കെ ഇങ്ങനെ കോച്ച് നടക്കുന്നു. പക്ഷെ കൊള്ളാം. അത് അത്രേ കാണിക്കാതെ സ്റ്റേജ് നമുക്കൊക്കെ ഇരുന്ന് പറയാം. പക്ഷെ അത് കാണിക്കാന്ന് പറഞ്ഞാൽ വലിയ മെനക്കേടാ മക്കളെ. അതിപ്പോ എന്താണ്ടൊക്കെ അവൻ ചെയ്യുന്നു. അവന്റെ മനസ്സെന്ന് പറയാ വേറെ എന്തോ ഒക്കെയാ. അതിനിടയ്ക്ക് ഈ കൊച്ചി മറ്റേതൊക്കെ മാറ്റി ഇങ്ങനെ എടുത്ത് തട്ടമാക്കുന്നു. അതിനിടയ്ക്ക് ഇവൻ പൊത്തോന്ന് ഇവിടെ വന്ന് വീഴുന്നു. ഞാൻ വിചാരിച്ചു നീ വീണതാന്ന്, നീ എണീക്കത്തിൽ അവിടെ കിടക്കുമെന്ന് വിചാരിച്ചു. അല്ല ഞാൻ റിഹേഴ്സലിനൂടെ സ്ലിപ്പ് ആവുണ്ടോ നോക്കി. ആ അതൊക്കെ നോക്കി നേരത്തെ. ഓക്കെ. പക്ഷെ നന്നായിരുന്നു മക്കളെ. മറ്റേത് കോഴിനെ വിളിച്ചില്ല, പ്രാവിനെ വിളിച്ചേട്ടാ. അല്ല അത് കോഴിയെ വിളിച്ചതല്ല പറഞ്ഞത്. നീ നടന്ന കണ്ടിട്ട് അങ്ങനെ ഇരുന്നാ പറഞ്ഞത് കേട്ടോ. പ്രാവൊക്കെ തന്നെ. ഓക്കെ. അത് നല്ലതാ. അല്ല നിങ്ങൾ ആ ഫിലിം കണ്ടതാണോ? ഫിലിം കണ്ടില്ല. അറ്റ്ലീസ്റ്റ് ഈ പാട്ടെങ്കിലും കണ്ടോ? വീഡിയോസ് കണ്ടു മക്കളെ. അപ്പം മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഇതൊരു എന്താ പറയുക വളരെ എൻ്റർടൈനിങ് ആയിരുന്നു. ഒരു ഗുമ്മുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും ബോഡി ലാംഗ്വേജും ഒക്കെ നല്ല രസമായിരുന്നു. പാട്ട് മാത്രം കുറച്ച് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ കലക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. അടിപൊളി. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഗൈസ്, മാർക്കിന് മുന്നേ ഒരു കാര്യം കാണിക്കാനുണ്ട്. ദേവാംഗയുടെ ഒരു കഴിവ് എന്നിട്ട് ഷാനിക്ക് അത് കാണിക്കണേ. ഷാനിക്കൊക്കെ ഒരു ടാസ്ക്. ഷാനിന്ന് ആരെയാ കണി കണ്ടത്? നോക്കിക്കോട്ടാ. മോളെ ഒന്നുകൂടെ കാണിച്ച ഈ അവിടെ തല വേറെ എവിടെ ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ. വെരി ഗുഡ് മുത്തേ. ഹരിച്ചേട്ടാ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ഷാനിക്ക് പറ്റോ? അതൊന്ന് അവനെ കൊണ്ട് കാണിച്ചേ. നീ ഒന്നുകൂടെ കാണിച്ചു കൊടുക്ക്. അതിന് ശ്രീഹരി കാണിച്ചേ. കാറ്റത്ത് ആടുന്നുണ്ട് കേട്ടോ. പറ്റോ ഷാനിക്ക? ഇതെങ്ങനെ പഠിച്ചു നീ? പറയണ്ടേ. മാർക്കും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഓക്കെ ശരത് സാർ മാർക്ക്. നീ ജീംബൂമ്പായിക്ക് 8.5 മാർക്ക്. താങ്ക് യു സാർ. ഇപ്പുറത്ത് ഇങ്ങനെ ആക്കി കാണിച്ചേ കൊച്ചിന്. ദേവാംഗിക്ക് 8.5 മാർക്ക്. ഒരേ മാർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. യെസ് ശരത് സാർ, ഇത്രയും നല്ല മാർക്കൊക്കെ കിട്ടിയില്ലേ? നമ്മുടെ ദേവാംഗിക്ക് കഴിഞ്ഞ സ്കൂൾ യുവജനോത്സവത്തിന് സ്റ്റേറ്റ് ലെവലിൽ എത്ര? 4 A ഗ്രേഡ്. 4 A ഗ്രേഡ്. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ മോളെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഗാനാലാപനം, സംസ്കൃതം, പിന്നെ ശാസ്ത്രീയ സംഗീതം, പിന്നെ 2 ഗ്രൂപ്പ്. എവിടെ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ? ട്രിവാൻഡ്രത്ത്. സാറിന്റെ വീട്ടിലാന്നേ. അതാ എനിക്ക് ഡൗട്ട് അടിച്ചത്. ഞാൻ ദേവാംഗിയുടെ എന്തോ ഒരു ടാഗ് കണ്ടു, മെൻഷൻഡ്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്റെ വീട് ദേവാംഗി എന്റെ വീടിന്റെ അകത്തിരിക്കുന്നു. പക്ഷെ ഞാൻ എന്റെ വീട്ടിലില്ലായിരുന്നു ആ സമയത്ത്. ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. ഉറക്കം വരുന്നതാണോ അല്ലേ? ഉറക്കം കിട്ടുന്ന അവസരമൊക്കെ ഉറങ്ങി. എങ്ങനെയുണ്ട് ഹരിച്ചന്റെ വീട്ടിൽ പോയിട്ട്? സൂപ്പർ. എന്റെ അമ്മ ഫുള്ള് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് മോള് വരുന്ന നിറച്ചിട്ട് അവൻ അവിടുത്തെ കടം എടുത്ത് വെച്ചതാ. 3-4 വീണ. മക്കളെ ഇവന്റെ വീട് മുഴുവൻ സംഗീതമാടാ. എല്ലാവരും. അപ്പൊ അത് പിന്നെ അത് ഇല്ലാണ്ടിരിക്കുവോ? എന്നിട്ട് ഓമനക്കുട്ടി ടീച്ചർ എന്ത് പറഞ്ഞു? പരിപാടി കാണാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കൊറേ വർത്താനം പറഞ്ഞു. അമ്മമ്മ കണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അടുത്ത 2 റൗണ്ട്സും പൊളിക്കണം. ഓക്കെ.